GST മാറ്റത്തിന്റെ സാഹചര്യത്തിൽ മൈഫിൻ TV അവതരിപ്പിക്കുന്ന വാർത്താ പരമ്പര എന്താകും GST. GST ആനുകൂല്യം തിങ്കളാഴ്ച മുതൽ ജനങ്ങളിലേക്ക്. പലചരക്ക് മുതൽ തുണിത്തരങ്ങളുടെയും മരുന്നുകളുടെയും വരെ വില കുറയും. ഉപഭോക്താക്കളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. വിലക്കുറവിന് പിന്നാലെ പൊതുജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ നികുതി സ്ലാബുകൾ വെട്ടിക്കുറച്ച് നടപ്പാക്കിയ GST പരിഷ്കരണം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. ഒട്ടനവധി സാധനങ്ങളുടെ വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം. 5%, 12%, 18%, 28% എന്നിങ്ങനെയുള്ള 4 GST നികുതി സ്ലാബുകൾ 5%, 18% എന്നിങ്ങനെ രണ്ടായി കുറയ്ക്കാനുള്ള നിർണായക കേന്ദ്ര ശുപാർശ GST കൗൺസിൽ യോഗം അംഗീകരിച്ചതോടെയാണ് പരിഷ്കരണത്തിന് വഴി തുറന്നത്. നിലവിൽ 12%, 28% എന്നീ നിരക്കുകൾ ബാധകമായിരുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി യഥാക്രമം 5%, 18% എന്നീ സ്ലാബുകളിലേക്ക് കുറയ്ക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ട്. വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് ബാധകമായ 18% നികുതി ഒഴിവാക്കണമെന്ന ദീർഘകാല ആവശ്യം അംഗീകരിച്ചതാണ് ഇതിൽ പ്രധാനം. പലചരക്ക്, വളം, പാദരക്ഷ, തുണിത്തരങ്ങൾ തുടങ്ങി നിരവധി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടുതൽ താങ്ങാനാവുന്നതിലേക്ക് മാറാൻ പോവുകയാണ്. നേരത്തെ 12%, 28% നികുതി ചുമത്തിയിരുന്ന ഇനങ്ങളിപ്പോൾ മറ്റ് 2 സ്ലാബുകളിലേക്ക് മാറും. ഇത് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കും. സാധാരണക്കാരുടെ നികുതിഭാരം ഇതിൽ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പൊളിച്ചെഴുത്തിലൂടെ നിരവധി നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുമെന്നാണ് പ്രതീക്ഷ. പാൻ മസാല, സിഗരറ്റ്, കാർബണേറ്റഡ് പാനീയങ്ങൾ, ലോട്ടറി മുതലായവയ്ക്ക് മാത്രം ബാധകമായ 40% പ്രത്യേക നിരക്കുമുണ്ട്. പുതിയ ഭേദഗതി നടപ്പാക്കുമ്പോൾ പാക്കു ചെയ്ത ഭക്ഷണ സാധനങ്ങളിൽ മിക്കവയ്ക്കും വില കുറയും. കൂടാതെ ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഷാംപൂ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തുടങ്ങി സാധാരണക്കാർ വാങ്ങുന്ന മിക്കവയ്ക്കും വില കുറച്ചു നൽകിയാൽ മതിയാകും. ഇലക്ട്രോണിക്സ്, കൺസ്യൂമർ ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ വലിയ അന്തരമുണ്ടാകും. ഇടത്തരം വാഹനങ്ങളുടെ GST 18% ആക്കിയതും നേട്ടമാണ്. കാർ നിർമ്മാണ കമ്പനികൾ ആനുകൂല്യം ഉപഭോക്താക്കളിലേക്ക് പൂർണ്ണമായി കൈമാറാൻ തയ്യാറായി കഴിഞ്ഞു. പുതുക്കിയ വിലകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ വിലയിലുള്ള കുറവ് ഓരോ ഉൽപ്പന്നത്തിലും പ്രദർശിപ്പിക്കും. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വിലയിലെ മാറ്റവും മിക്ക കമ്പനികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നികുതി നിരക്കുകൾക്കനുസരിച്ച് വ്യാപാരികൾ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തണം. നികുതി മാറ്റുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റോക്കുണ്ടെങ്കിൽ അവയുടെ ഞായറാഴ്ചത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് പ്രത്യേകം രേഖപ്പെടുത്തണം. ആദ്യം ആദായ നികുതി ആശ്വാസം, പിന്നാലെ പലിശ ഭാരം വെട്ടിക്കുറച്ച് റിസർവ് ബാങ്കും. ഇപ്പോഴിതാ നാളെ മുതൽ GSTയിലും ഇളവ് ലഭിക്കുന്നു. നിത്യേന വാങ്ങുന്ന സാധനങ്ങളുടെ വില കുറയുന്നതോടെ ജനങ്ങൾക്ക് കുടുംബ ബജറ്റിൽ വലിയ ആശ്വാസം സമ്മാനിക്കും. ഇതോടെ ഡിസ്പോസിബിൾ ഇൻകം കൂടാനും സഹായിക്കും. ക്യാമറാമാൻ ബേസിലിനൊപ്പം വിദ്യ, മൈഫിൻ TV, കൊച്ചി. GSTയിലെ ഇളവ് പാലുൽപ്പന്ന മേഖലയിലും പ്രതിഫലിക്കുന്നു. അമൂൽ, നന്ദിനി തുടങ്ങിയ ബ്രാൻഡിന്റെ കീഴിലെ പാലുൽപ്പന്നങ്ങൾക്ക് വില കുറച്ചു. അമൂൽ ബ്രാൻഡിന് കീഴിൽ പാലുൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്ന ഗുജറാത്ത് സഹകരണ പാൽ മാർക്കറ്റിംഗ് ഫെഡറേഷനും കർണാടക മിൽക്ക് ഫെഡറേഷന് കീഴിലുള്ള നന്ദിനി ബ്രാൻഡുമാണ് ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചത്. നെയ്യ്, ബട്ടർ, ഐസ്ക്രീം, ബേക്കറി, ഫ്രോസൺ ലഘുഭക്ഷണങ്ങൾ എന്നിവയുൾപ്പെടെ 700-ലധികം ഉൽപ്പന്നങ്ങളുടെ ചില്ലറ വിൽപ്പന വില കുറയ്ക്കുന്നതായിട്ടാണ് അമൂൽ പ്രഖ്യാപിച്ചത്. പുതിയ വില സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരും. വെണ്ണ, നെയ്യ്, UST പാൽ, ഐസ്ക്രീം, ചീസ്, പനീർ, ചോക്ലേറ്റുകൾ, ബേക്കറി ശ്രേണി, ഫ്രോസൺ ഡയറി, ഉരുളക്കിഴങ്ങ്, ലഘുഭക്ഷണങ്ങൾ, കണ്ടൻസ്ഡ് മിൽക്ക്, നീലക്കടല സ്പ്രെഡ്, മാൾട്ട് അധിഷ്ഠിത പാനീയം തുടങ്ങിയ ഉൽപ്പന്ന വിഭാഗങ്ങളിലായാണ് ഈ പരിഷ്കരണം. 100 ഗ്രാം എണ്ണയുടെ MRP 62 രൂപയിൽ നിന്നും 58 രൂപയാണ് കുറയ്ക്കുക. നെയ്യ് വില ലിറ്ററിന് 40 രൂപ കുറച്ച് 610 രൂപയാകും. സംസ്കരിച്ച ചീസ് ബ്ലോക്കിന് 1 കിലോയ്ക്ക് 30 രൂപ കുറച്ച് 545 രൂപയാക്കി. ശീതീകരിച്ച പനീർ 200 ഗ്രാമിന്റെ പുതിയ MRP 95 രൂപയായിരിക്കും. നിലവിലിത് 99 രൂപയാണ്. നേരത്തെ മദർ ഡയറിയും സെപ്റ്റംബർ 22 മുതൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ നന്ദിനി ബ്രാൻഡിന്റെ നെയ്യ്, വെണ്ണ, ചീസ്, ക്രഞ്ചി സ്നാക്സ് എന്നിവയ്ക്കുള്ള നികുതി 12% നിന്നും 5% കുറച്ചു. അതുപോലെ നന്ദിനി കുക്കീസ്, ചോക്ലേറ്റ്, ഐസ്ക്രീം, ഇൻസ്റ്റന്റ് മിക്സ്, പാക്കേജ്ഡ് കുടിവെള്ളം എന്നിവയ്ക്കുള്ള GST 18% നിന്നും 5% കുറച്ചു. നന്ദിനി പനീറും UST പാൽ ഉൽപ്പന്നങ്ങളും 5% നിന്നും 0% ആക്കിയിട്ടുണ്ട്. വിലക്കുറവ് വിവിധതരം പാൽ ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയിൽ പൊതുവെ പ്രതിശീർഷ ഉപഭോഗം വളരെ കുറവാണ്. ഇത് വലിയൊരു വളർച്ചാ അവസരം സൃഷ്ടിക്കുമെന്നാണ്
കമ്പനികളുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.